എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുന്നോട്ട് കൊണ്ടുപോവാം എന്നതാണ് ഓരോരുത്തരും അറിയേണ്ടത്. പലരും ഇതിൽ വിജയിക്കുമെങ്കിലും ചിലരെങ്കിലും ഇതിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ദാമ്പത്യ വിജയത്തിന് വേണ്ടി പലരും പെടാപ്പാടുപെടുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. ദാമ്പത്യം വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇതിന്റെ ശ്രദ്ധേയമായ കാര്യവും. ബന്ധങ്ങൾ എപ്പോഴും ആരോഗ്യകരം കൂടിയായിരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് അവരുടെ ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. സ്ത്രീകളെക്കാൾ കൂടുതലായി പുരുഷന്മാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, തുറന്ന ആശയവിനിമയം. ഏത് കാര്യവും തുറന്ന് സംസാരിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വിവാഹത്തിന്റെ കാര്യത്തിലും കൃത്യമാണ്. കാരണം എന്താണ് തൻ്റെ ആശയങ്ങൾ, ചിന്തകൾ, പ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ബന്ധത്തിലും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനുമെല്ലാം നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ പരസ്പര വിശ്വാസത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതിന് പലപ്പോഴും മുൻകൈ എടുക്കേണ്ടത് സ്ത്രീ പങ്കാളികളെക്കാൾ പുരുഷന്മാരാണ് എന്നതാണ്. രണ്ടാമതായി, വാത്സല്യവും അഭിനന്ദനങ്ങളും. പങ്കാളിയോട് വാത്സല്യം തോന്നുക എന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് തന്നെയാണ് വാത്സല്യവും അഭിനന്ദനവും. പ്രത്യേകിച്ച് തൻ്റെ പങ്കാളിയോടുള്ള വിലമതിപ്പ് പ്രകടിപ്പിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരോട് സ്നേഹവും വാത്സല്യവും കാണിക്കുന്നതിനും നിങ്ങൾ സമയം കണ്ടെത്തണം. ഇത് ബന്ധത്തിൽ പോസിറ്റിവിറ്റിയും സ്നേഹവും ഊർജവും സന്തോഷവും എല്ലാം നിറക്കും. ഇത് നിങ്ങളുടെ പങ്കാളിയിൽ തന്നെ ഒരു സന്തോഷവും നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹവും നിറക്കുന്നതിന് സഹായിക്കും. മൂന്നാമതായി, നല്ലൊരു ശ്രോതാവായിരിക്കുക. പങ്കാളി പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അവരെ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എപ്പോഴും നല്ല ശ്രോതാവായിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. അവരുടെ കാഴ്ചപ്പാടും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നല്ലൊരു ദാമ്പത്യ ബന്ധം തുടങ്ങുന്നത് തന്നെ. ഇത് എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും നിറക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും ശ്രദ്ധിക്കുക. നാലാമതായി, പ്രശ്നങ്ങൾ പരിഹരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഒരിക്കലും പരസ്പരം മിണ്ടാതിരുന്ന് പ്രശ്നങ്ങൾ വഷളാക്കാൻ ശ്രമിക്കരുത്. തങ്ങളുടെ ദാമ്പത്യത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും പരിഹരിക്കുന്നതിനും പുരുഷന്മാർ എപ്പോഴും മുൻകൈയെടുക്കുന്നത് പ്രശ്നങ്ങൾ വഷളാവാതിരിക്കുന്നതിന് സഹായിക്കും. സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിലും അവ രൂക്ഷമാകുന്നതിന് മുൻപ് പരിഹരിക്കുന്നതിലൂടെയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായിക്കും. അഞ്ചാമതായി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ചില ഭർത്താക്കന്മാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളോടും ഭാര്യയുടെ ചുമലിട്ടവർ മാറും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അത്ര നല്ല പ്രവണതയല്ല ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ബന്ധത്തിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന് പങ്കാളിയെ ബോധിപ്പിക്കുകയും വേണം. സംഭവിച്ച തെറ്റുകൾ അംഗീകരിക്കുന്നതും തിരുത്താനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതും ഇതിൽപ്പെടും. ആറാമതായി, വിട്ടുവീഴ്ച ചെയ്യുക. പുരുഷനായാലും സ്ത്രീ ആയാലും വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഏതൊരു പൊരുത്തക്കേട് പരിഹരിക്കുന്നതിന് വേണ്ട പുരുഷന്മാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ്. പ്രശ്നങ്ങൾ വഷളാവാതെ നോക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവർ തന്നെയാണ്. ബന്ധത്തിൽ പോസിറ്റീവും ക്രിയാത്മകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പുരുഷന്മാരുടെ ഇടപെടൽ സഹായിക്കും. ഇത് പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നതിനും ഇത് സഹായിക്കും.